ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ എന്ന് പ്രഭാത ദൈവജനമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന വചനം 27-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. 27-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമെന്ന് തലവാചകത്തിൽ എഴുതിയിട്ടുണ്ട്. ദാവീദിൻ്റെ ഓരോ സങ്കീർത്തനങ്ങളും തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് നമ്മൾ വായിച്ച ആ ഭാഗം മാത്രം, ആ വാക്യത്തിൽ മാത്രം പറയുന്ന 3 മേഖലയുണ്ട്. 1, എന്നെ ഒളിപ്പിക്കുന്നു; 2, എന്നെ മറയ്ക്കുന്നു; 3, എന്നെ ഉയർത്തുന്നു. അപ്പം ഒളിപ്പിച്ച് മറച്ച് ഉയർത്തുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ദാവീദ് അവിടെ എഴുതുന്നത്. അപ്പോൾ അനർത്ഥ ദിവസത്തിൽ ദാവീദ് പറയുക, ദൈവം എന്നെ ഒളിപ്പിക്കും, എന്നെ മറയ്ക്കും. ഈ മക്കളെ, ചില ദിവസങ്ങൾ, അങ്ങനെയുള്ള ചില ദിവസങ്ങളുണ്ട്. അനർത്ഥ ദിവസം എന്ന് പറയുന്ന, കൂരിരുളിൻ്റെ താഴ്വരയെന്ന് പറയുന്ന ചില ദിവസങ്ങൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ദൈവം ആ ദിവസങ്ങളിൽ നമ്മെ ഒളിപ്പിച്ചും മറച്ചും കാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മോശയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആ മേഖലയിൽ പറയാൻ പറ്റും. 3 മാസമാണ് ആ അപ്പനും അമ്മയും അവനെ ഒളിപ്പിച്ചത്. 3 മാസം. പ്രൈസ് ദി ലോർഡ്. 3 ദിവസമല്ല, 3 മണിക്കൂറല്ല. ഒരു കൊച്ചു കുഞ്ഞിനെ 3 മണിക്കൂർ ഒളിപ്പിക്കാനായിട്ട് കഴിയാത്ത സ്ഥലത്ത് 3 മാസം ഒരു രാജാവിൻ്റെ നിയമത്തെ എതിർത്തുകൊണ്ട് 3 മാസം ഒളിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ചില സമയങ്ങളിൽ നാം ഒളിച്ചിരിക്കണം, ചില സമയങ്ങളിൽ നാം മറഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദാവീദ് പറയുന്നു, മറയ്ക്കുകയും ഒളിക്കുകയും ചെയ്യുന്നു എന്നുള്ള അവസ്ഥ എന്നേക്കുമല്ല. അടുത്തതായിട്ട് പറയുന്നു, അവൻ എന്നെ പാറമേൽ ഉയർത്തും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ പാറയാണ് എന്നെ ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. 40-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കും, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പോൾ നോക്കണം, നാശകരമായ ഒരു കുഴിയിലായിരുന്നു ഞാൻ. കുഴഞ്ഞ ചേറെന്ന് പറഞ്ഞാൽ ആ ചേറിൽ നിന്ന് ഒരിക്കലും കരകയറാൻ പറ്റില്ല. അതുപോലത്തെ എന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക്, ഒരു പ്രതികൂലത്തിൽ നിന്ന് മറ്റൊരു പ്രതികൂലത്തേക്ക്. ഈ പ്രതികൂലവും പ്രശ്നവും ഒന്നും മാറിയിട്ട് ഒരു കാലത്തും രക്ഷപ്പെടുകയില്ല. അതിൽ തന്നെ കുഴഞ്ഞ് തീരുകയേ ഉള്ളൂ എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രൈസ് ലോർഡ്, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. നോക്കണം, ദൈവം നമ്മെ എടുത്തൊരു പാറമേലാണ് നിർത്തുന്നത്. പ്രൈസ്, ഉറപ്പുള്ള പ്രതലത്തിന്മേൽ നിർത്തി. പ്രൈസ് ലോർഡ്. ഇവിടെ ഇതോട് ചിന്തിക്കുമ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം കൂടെ ചേർത്ത് ചിന്തിച്ചെങ്കിലേ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ നോക്കണം, ഇസ്രായേൽ മക്കൾ സ്തോത്രം വെള്ളം കുടിച്ചത് ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന്, അവരെ അനുഗമിച്ച പാറയെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നാം പഠിച്ചാൽ ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, സ്തോത്രം, ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെ ഉയർത്തിയത് ഈ പാറയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, സ്തോത്രം, ഞാൻ കുഴഞ്ഞ ചേറ്റിലായിരുന്നു, അങ്ങനെ കിടന്ന എന്നെ
ക്രിസ്തുവാകുന്ന പാറയിലേക്ക് എന്നെ ഒന്ന് നിർത്തി. ഉറപ്പുള്ള പ്രതലത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ, അവിടെ നിന്നപ്പോഴാണ് സ്തോത്രം എനിക്ക് മുന്നോട്ട് ഉയർച്ചയിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തന 1 കൊരിന്ത്യർ 10 വായിച്ചാൽ സ്തോത്രം അനുഗമിക്കുന്ന പാറ എന്ന് അവിടെ എഴുതിയെന്ന് വെച്ചാൽ ഈ പാറയ്ക്കകത്ത് ഒരു ഭക്തന് വേണ്ടുന്നതെല്ലാം ഉണ്ട്. പാറയ്ക്കകത്ത് തേനുണ്ട്, പാറയ്ക്കകത്ത് വെള്ളമുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ പാറയ്ക്കകത്താണ് സകലതും ഭക്തന് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവാകുന്ന പാറയിലേക്ക്, ഉറപ്പുള്ള പ്രതലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, നാം അവിടെ നിന്ന് കഴിയുമ്പോൾ സ്തോത്രം നമ്മെ ഉയർത്തുവാൻ ആ പാറ തയ്യാറാകുക. ഒന്നുകൂടെ ഞാൻ പറയാം ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ നിർത്തിയിരിക്കുന്ന ആ പാറ, ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്തുവാണ് എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലൊന്ന് വരണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ നമ്മെ നിർത്തിയിരിക്കുക, അതിൽ നമ്മളെ നിർത്തിയിരിക്കുക. സ്തോത്രം, നമ്മൾ നിന്നതല്ല, നമ്മെ നിർത്തിയിരിക്കുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, ദാവീദിനോട് ചേർന്ന് പറവാൻ എനിക്ക് കഴിയുന്ന ഒരു വാക്ക് സ്തോത്രം ഇങ്ങനെയാണ്: ചില കാലഘട്ടങ്ങൾ നാം മറഞ്ഞിരിക്കണം, ചില കാലഘട്ടങ്ങൾ നാം ഒളിഞ്ഞിരിക്കേണ്ടി വരും. എന്നാൽ ഒരു കാലഘട്ടമുണ്ട്, നാം ഉയർത്തപ്പെടേണ്ട കാലഘട്ടം. ആ ഉയർത്തപ്പെടേണ്ട കാലഘട്ടത്തിൽ സ്തോത്രം ഈ പാറ നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ സ്തോത്രം 53 അധ്യായത്തിൻ്റെ സ്തോത്രം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് സ്തോത്രം: അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവിടെ നമ്മൾ 2 പദമുണ്ട് സ്തോത്രം. ഇളയ തൈ പോലെ എന്ന് വെച്ചാൽ അത് സ്തോത്രം ഒരു തഴച്ചു വരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്, തഴച്ചു നിൽക്കുന്നത്. പക്ഷേ സ്തോത്രം 2-ാമതൊരു മേഖല അവൻ്റെ മുമ്പാകെ വളരും, തഴച്ച വളരുന്നത്. പക്ഷേ നോക്കണം, നിലം നോക്കിയാൽ വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്നു. ഈ തഴച്ചു വളരുന്ന അവസ്ഥ നമ്മൾ കണ്ടാൽ പ്രൈസ് ദി ലോർഡ്, ആ നിലത്തിലേക്കൊന്ന് നോക്കിയാൽ ആ നിലത്തിന്റെ പ്രത്യേകത വരണ്ട നിലമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നോക്കണം, ഒരു ദൈവഭക്തന്റെ സ്തോത്രം വളർച്ചയും ഉയർച്ചയും സ്തോത്രം അവൻ്റെ തഴപ്പും അവൻ്റെ ഗമനവും ഒന്നും ആർക്കും മനസ്സിലാകാൻ കഴിയുകയില്ല. കാരണം സ്തോത്രം അവൻ ക്രിസ്തുവിലാണ് വളരുന്നത് എന്നുള്ളത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം 12 വടികൾ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവച്ചിട്ട് ഹല്ലേലൂയ ഒറ്റ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതിലെ ഉണങ്ങിയ ഒരു വടി, ഹല്ലേലൂയ, സ്തോത്രം, വേരില്ല, വെളിച്ചമില്ല, സാധ്യത ഒന്നുമില്ലാതിരുന്നിട്ടും പ്രൈസ് ദി ലോർഡ് അഹരോന്റെ വഴി തളിർത്ത് പൂത്ത് ബദാം കായ്ച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് എൻവോൺമെന്റോ ഇതൊന്നും ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ, നമ്മുടെ വിഷയങ്ങളെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ, നാം ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ സ്തോത്രം നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്നുള്ളത് നമ്മളെ ഒളിപ്പിക്കേണ്ടിടത്തും മറയ്ക്കേണ്ടിടത്തും ഒക്കെ മറച്ച് സ്തോത്രം ഈ പാറ സ്തോത്രം നമുക്ക് വേണ്ടതെല്ലാം വെള്ളവും സ്തോത്രം ആഹാരവും ഈ പാറയ്ക്കകത്തതുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പാറ നമ്മെ ഉയർത്തി ശ്രേഷ്ഠതയിൽ നിർത്തും എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ഹല്ലേലൂയ ഇട്ടു തന്ന ചിന്ത. അത് ജനവുമായി ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ നമ്മൾ പാപത്തിൻ്റെ ചേറ്റിൽ കിടന്ന് പിശാച് നമ്മളെ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും അടുത്തതിലേക്കും കുടുക്കി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ അവൻ്റെ വഴിയിലൂടെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോൾ സ്തോത്രം കർത്താവ് നമ്മളെ സ്തോത്രം അതിൽ നിന്ന് രക്ഷിച്ച് പ്രൈസ് ദി ലോർഡ് പാറമേൽ നിർത്തിയിരിക്കുക. ആ നിർത്തിയിരിക്കുന്നത് ഒരു പദവിയാണ്. ആ പദവിയിൽ നിന്ന് ഒരിക്കലും പോകാതെ നാം അവിടെ നിൽക്കുന്നു എങ്കിൽ, ആ പാറമേൽ നിൽക്കുന്നുവെങ്കിൽ
മറയ്ക്കേണ്ടിടത്തവൻ മറയ്ക്കും, ഒളിപ്പിക്കേണ്ടിടത്തവൻ ഒളിപ്പിക്കും, ഉയർത്തേണ്ടിടത്തവൻ ഉയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളവും തേനും ഒക്കെ തന്ന് നമ്മെ പോഷിപ്പിച്ച്, പ്രൈസ് ദി ലോർഡ്, വരണ്ട നിലത്ത് നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വേർന്നുളച്ചിറങ്ങി, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഇളയ തൈ പോലെ വളർത്തുന്ന ഒരവസ്ഥ നമുക്ക് തരും എന്നുള്ളത് ഈ വചനചിന്ത കൊണ്ട് ജനത്തെ പറഞ്ഞുറപ്പിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനമേ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ വളർച്ച, ഉയർച്ച, നമ്മുടെ ഹല്ലേലൂയ അനുഗ്രഹമെല്ലാം ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പാറമേൽ നിർത്തിയിരിക്കുന്ന ആ പാറമേൽ നമുക്ക് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, വിടാതെ ഞങ്ങളെ നിർത്തി, സ്തോത്രം, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ ജനവുമായി അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളെ പാറമേൽ നിർത്തിയത് അങ്ങാ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞങ്ങളെ ഉയർത്തി അവിടെ നിർത്തിയതാ കർത്താവേ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ഒളിപ്പിക്കേണ്ടിടത്ത് ഒളിപ്പിച്ച്, മറയ്ക്കേണ്ടിടത്ത് മറച്ച്, ഉയർത്തേണ്ടിടത്ത് ഉയർത്തി. കർത്താവേ, ഞങ്ങളെ ആദരിക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തെ തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.